Next topic is resistance. It is the property of a substance to oppose to the flow of electric current through it. It is called resistance. Symbol R, unit ohm. Ohmmeter is used to measure the resistance. Electric current ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള വസ്തുക്കളുടെ പ്രോപ്പർട്ടിയെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ആ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിമ്പൽ ആർ, യൂണിറ്റ് ഓം. Ohmmeter is used to measure the resistance. റെസിസ്റ്റൻസ് അളക്കാൻ ഓംമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിമ്പിൾ ആറും യൂണിറ്റ് ഓമും ആണ്. നെക്സ്റ്റ്, ഓം. What is ohm? If the potential difference across the two ends of a conductor is 1 volt and the current through it is 1 ampere, then the resistance of the conductor is 1 ohm. If the potential difference across the two ends, രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെങ്കിൽ, if the potential difference across the two ends of conductor is 1 volt and the current through it is 1 ampere, then the resistance of the conductor is 1 ohm. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും അതിലൂടെയുള്ള അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയറും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് 1 ഓം ആകുന്നു. ഇനി ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് താഴെ പറയുന്ന ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ഫസ്റ്റ് വൺ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്താകുന്നു? It is directly proportional to the length of the conductor. റെസിസ്റ്റൻസ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുന്നു. 2, varies inversely proportional to its cross sectional area of the conductor. റെസിസ്റ്റൻസ് കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്നു. റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിൻ്റെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്നു. മൂന്നാമത്തെ, ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടുള്ളത് അതിനെ ആശ്രയിക്കുന്നു. നാല്, ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. R is directly proportional L. R is directly proportional to 1 by A. R is directly proportional to L by A. R is equal to rho into L by A. L എന്ന് പറയുമ്പോൾ ലെങ്ത്ത്, റെസിസ്റ്റൻസ് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, എന്നാൽ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്നിച്ച് R ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ എ കോൺസ്റ്റൻറ്റ് കൊണ്ട് നമുക്ക് ചേർക്കാം. ഈ റെസിസ്റ്റിവിറ്റി എന്നാണ് ഈ കോൺസ്റ്റൻറ്റ് പറയുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. R ഈക്വൽ ടു റോ L ഡിവൈഡഡ് ബൈ എ. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ
is the resistance offered to a current it passed between the opposite faces of the unit cube of the material. Specific resistance is measured in ohm, meter or micro ohm centimeter. Each material has its own specific resistance or resistivity. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? ഒരു വസ്തുവിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് is the resistance offered to a current it passed between the opposite faces of the unit cube of the material. Specific resistance is measured in ohm, meter or micro ohm centimeter. സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഒരു മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താകുന്നു? ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു എ കറൻറ്റ് ഇറ്റ് പാസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദ യൂണിറ്റ് ക്യൂബ് ഓഫ് ദി മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ക്യൂബിന് ആ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ക്യൂബിൻ്റെ ഒരു യൂണിറ്റ് ക്യൂബിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂബിന് അതിൻ്റെ യൂണിറ്റ് ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിലൂടെ നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ടിന് ഉണ്ടാകുന്ന ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ആ വസ്തുവിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു എ കറൻറ്റ്. ഒരു കറണ്ടിന് ഓഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കറണ്ടിന് എതിരായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോക്ക് എതിരായിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെയാണ് ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് പാസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഫേസസ്. എപ്പോഴാണ് അങ്ങനെ പറയുന്നത്? ഇറ്റ് പാസസ്, ആ കറണ്ട് നമ്മൾ ഒരു ക്യൂബിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ആ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഓം. അത് മെഷർ ചെയ്യുന്നത് ഹോമിലാണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഹോമിലാണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഹോം മീറ്ററിലാണ്. അതുപോലെ അല്ലെങ്കിൽ മൈക്രോ ഹോം സെൻറ്റിമീറ്ററിലാണ് അത് മെഷർ ചെയ്യുന്നത്. ഹോം മീറ്ററിലോ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഹോം സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ മൈക്രോ ഹോം സെൻറ്റിമീറ്ററോ ആണ് അളക്കുന്നത്. ഈച്ച് മെറ്റീരിയൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഇനി കോപ്പറിന് 1.72 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, സിൽവറിന് 1.64 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, യൂറീക്ക 38.5 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, അയൺ 9.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, അലുമിനിയം 2.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, നിക്കൽ 7.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ. R is equal to rho L by A ഹോം സെൻറ്റിമീറ്റർ. ഇവിടെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇൻ ഹോംസിലുള്ള റെസിസ്റ്റൻസ് ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻ സെൻറ്റിമീറ്റർ, കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. R എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇൻ ഹോം സെൻറ്റിമീറ്റർ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇൻ ഹോം സെൻറ്റിമീറ്റർ, ഹോം സെൻറ്റിമീറ്ററുള്ള സ്പെസിഫിക് റെസിസ്റ്റൻസ്. A is equal to area of cross section in centimeter square. ഇതാണ് ഇക്വേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, എത്ര തരത്തിലുള്ള കണ്ടക്ടറുകളുണ്ട്, ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഫസ്റ്റ്, കണ്ടക്ടേഴ്സ്. സം മെറ്റീരിയൽസ് ആൻഡ് മെറ്റൽസ് readily allow a passage for electric current to flow. In such materials called conductors, electrons are able to pass readily from atom to atom. Some materials and metals readily allow passage for electric current to flow. ചില മെറ്റലുകളിലും ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ റെഡിലി അലോ ചെയ്യുന്നു ഇലക്ട്രിക് കറണ്ടിനെ ഫ്ലോ ചെയ്യുന്നതിന്. ചില മെറ്റീരിയലുകളിലും അതുപോലെ മെറ്റൽസിലും ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ എപ്പോഴും അനുവദിക്കുന്നു. ഇൻ സച്ച് മെറ്റീരിയൽസ് കോൾഡ് കണ്ടക്ടേഴ്സ്, ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു പാസ് റെഡിലി ഫ്രം ആറ്റം ടു ആറ്റം. അത്തരം മെറ്റീരിയലുകളിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന അത്തരം മെറ്റീരിയലുകളിൽ ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്ന് ആറ്റത്തിലേക്ക് പാസ് ചെയ്യാൻ
കഴിവുള്ളവയാകണം. ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു, ഇലക്ട്രോണുകൾക്ക് കഴിയുന്നു, ഏബിൾ ടു പാസ് റെഡിലി ഫ്രം വൺ ആറ്റം ടു ആറ്റം, ഫ്രം ആറ്റം ടു ആറ്റം, ആറ്റത്തിൽ നിന്ന് ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് റെഡിലി പാസ് ചെയ്യാൻ അത്തരം ഇലക്ട്രോൺസിന് കഴിവുള്ളവയാകുന്നു. ഇനി എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾ എന്താണ്? എ ഗുഡ് കണ്ടക്ടർ ഷുഡ് ഹാവ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ്. ഒരു നല്ല കണ്ടക്ടറിന് താഴെ പറയുന്ന പ്രോപ്പർട്ടികളുണ്ട്. ഒന്ന്, ഇലക്ട്രിക് പ്രോപ്പർട്ടീസ്. ദ കണ്ടക്ടിവിറ്റി മസ്റ്റ് ബി ഗുഡ്. കണ്ടക്ടിവിറ്റി നല്ലതായിരിക്കണം, കണ്ടക്ടിവിറ്റി വളരെ ഗുഡായിരിക്കണം, ഇലക്ട്രിക് പ്രോപ്പർട്ടി. ഇനി ഒരു ഗുഡ് കണ്ടക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി സ്പെൻഡ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് മസ്റ്റ് ബി ലോ. ചൂടായിട്ട് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജിയായി മാറുന്നത് വളരെ കുറവായിരിക്കണം. റെസിസ്റ്റിവിറ്റി മസ്റ്റ് ബി ലോ. അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കണം? വളരെ കുറവായിരിക്കും. റെഡ്യൂസ് വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് ലോസ്. വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കുന്നതിനും അതുപോലെ നഷ്ടം കുറയ്ക്കുന്നതിനും നമ്മുടെ റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കണം. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ മസ്റ്റ് ബി ലോ. ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വർധനവ് വളരെ കുറവായിരിക്കണം. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഡക്റ്റിലിറ്റി. ദ പ്രോപ്പർട്ടീസ് ബീങ് ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ നമ്മുടെ മെറ്റലുകളെ തിൻ വയറുകളാക്കി മാറ്റുന്ന ആ പ്രോപ്പർട്ടി. പരത്താനുള്ള കഴിവ്. Solderability. The joint should have minimum contact resistance. ജോയിൻറ്റുകൾക്ക് എന്തായിരിക്കണം? മിനിമം കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ, റെസിസ്റ്റൻസ് ടു കൊറോഷനുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കൊറോഷനെ തടയാനുള്ള കഴിവ്. ഷുഡ് നോട്ട് ഗെറ്റ് റസ്റ്റഡ് വെൻ യൂസ്ഡ് ഔട്ട്ഡോഴ്സിൽ, പുറത്ത് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും എന്താവരുത്? റസ്റ്റ് പിടിക്കരുത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കരുത്. ഷുഡ് വിത്ത് സ്റ്റാൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും താങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസി ടു ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന്, ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് പറ്റുന്നതായിരിക്കണം. ഇത്രയും ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. എക്കണോമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു കണ്ടക്ടറിൻ്റെ എക്കണോമിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ലോ കോസ്റ്റ്, വളരെ വില കുറവായിരിക്കണം. ഈസി അവൈലബിലിറ്റി, ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. ഈസി ടു മാനുഫാക്ചർ വളരെ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. മെറ്റാലിക്, ഇലക്ട്രോലൈറ്റിക്, ഗ്യാസിയസ്. ഇങ്ങനെ 3 രീതിയിൽ കണ്ടക്ടേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3 തരത്തിലുള്ള കണ്ടക്ടേഴ്സാണുള്ളത്. മെറ്റാലിക്കും, ഇലക്ട്രോലൈറ്റിക്കും, അതുപോലെ ഗ്യാസിയസും. ദ ബെസ്റ്റ് കണ്ടക്ടേഴ്സ് ആർ മെറ്റാലിക്. ഏറ്റവും നല്ല കണ്ടക്ടറുകൾ മെറ്റാലിക് ആണ്. ദ കോമൺലി യൂസ്ഡ് കണ്ടക്ടേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് മെഷീൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ഹിയർ അണ്ടർ. ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന മെറ്റാലിക് കണ്ടക്ടറുകളാണ്. പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടക്ടറുകൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ഉപയോഗിക്കുന്നത്, മെഷീനുകൾ ഉപയോഗിക്കുന്നത് താഴെ ഇനി പറയുന്നു. ഒന്ന്, സിൽവർ. താഴെ പറയുന്നവയൊക്കെയാണ് ഇനി സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ അപ്ലയൻസസിലും അതുപോലെ മെഷീനുകളും ഉപയോഗിക്കുന്നത്. ഒന്ന്, സിൽവർ. ഇറ്റ് ഈസ് എ സോഫ്റ്റ് ആൻഡ് എക്സ്ട്രീംലി മാലിയബിൾ മെറ്റൽ. ഈവൻ though it is the best conductor, its use is limited because of its high cost. സിൽവർ ഒരു വളരെ സോഫ്റ്റും അതുപോലെ എക്സ്ട്രീംലി മാലിയബിൾ ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് സിൽവർ. ഈവൻ തോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ, ഇത് നല്ല കണ്ടക്ടർ ആണെങ്കിൽ പോലും ഇറ്റ്സ് യൂസ് ഈസ് ലിമിറ്റഡ്, അതിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ കോസ്റ്റ്, അതിൻ്റെ ഉയർന്ന വില കാരണം. അടുത്തത് കോപ്പർ. ഇറ്റ് ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ. കോപ്പർ ഒരു വളരെ നല്ല കണ്ടക്ടറാണ്. ഇറ്റ്സ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ പ്രോപ്പർട്ടി, മാലിയബിളും ഡക്റ്റൈലും ആയിട്ടുള്ള പ്രോപ്പർട്ടി. ആൻഡ് ആൾസോ ഹാസ് ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ബൈ ലിക്വിഡ്സ്. ലിക്വിഡ് കൊണ്ടുണ്ടാകുന്ന കൊറോഷന് വളരെയധികം അത് തടയുന്നു. Therefore, it's widely used for wires, cables, overhead conductors, brushes and conducting parts of various electrical appliances. അതുകൊണ്ട് ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ്, വളരെ വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്നു വയറുകളിലും കേബിളുകളിലും ഓവർഹെഡ് കണ്ടക്ടറുകളിലും അതുപോലെ ബസ് ബാറുകളിലും കണ്ടക്റ്റിംഗ് പാർട്സ് ആയിട്ട് ആൻഡ് കണ്ടക്റ്റിംഗ് പാർട്സ് ഓഫ് വേരിയസ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, വ്യത്യസ്തമായ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കണ്ടക്റ്റിംഗ് പാർട്ടിക്കിളോ ആയിട്ടും അത് ഉപയോഗിക്കുന്നു. അപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കണ്ടക്ടർ ആക്കുന്നത് മാലിയബിളാണ്, ഡക്റ്റൈലാണ് ആൻഡ്
അതിന് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. കൊറോഷൻ ലിക്വിഡ് കൊണ്ടുള്ള കൊറോഷനെ വളരെയധികം തടയുന്നു. അതുകൊണ്ട് വൈഡ്ലി യൂസ്ഡ് വയേഴ്സ്, കേബിൾസ്, ഓവർഹെഡ് കണ്ടക്ടേഴ്സ്, ബസ് ബാർസ് ആൻഡ് കണ്ടക്ടിങ് പാർട്സ് ഓഫ് വേരിയസ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. വ്യത്യസ്തമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ അത് ഇത്തരം സാധനങ്ങൾ കേബിൾസിൽ അല്ലെങ്കിൽ വയറുകളിൽ, വയർസ്, കേബിൾസ്, ഓവർഹെഡ് കണ്ടക്ടേഴ്സിൽ, ബസ് ബാറിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ വ്യത്യസ്തമായ അപ്ലയൻസുകളിലൊക്കെ ഈ കോപ്പർ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നു. Aluminium. It is a metal light in weight. It is also ductile, malleable, and a good conductor of electricity. Nowadays, it is more widely used since it is cheaper than copper for wires and cables. All aluminium conductors, AAC, and aluminium conductors, steel reinforced ACSR, are used in overhead and transmission lines. More details on copper and aluminium are furnished under the topic non-ferrous metals and alloys as applicable to electrical trades. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് അലുമിനിയം. ഇത് ഡക്റ്റൈലാണ്, മാലേബിളാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്ക്, കറണ്ടിന് അതൊരു നല്ല കണ്ടക്ടറുമാണ്. നൗഡേയ്സ് ഇറ്റ് ഈസ് മോർ വൈഡ്ലി യൂസ്ഡ് സിൻസ് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ കോപ്പർ. കോപ്പറിനേക്കാളും വില കുറഞ്ഞതുകൊണ്ട് അത് ധാരാളമായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ വയേഴ്സ് ആൻഡ് കേബിൾസ്, കേബിളുകളും വയറുകളിലും ഇത് കോപ്പറിനേക്കാളും ചീപ്പർ ആയതുകൊണ്ട് വളരെയധികം വൈഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നു. ദ അലുമിനിയം കണ്ടക്ടേഴ്സ്, AAC, all aluminum conductors, and steel reinforced and aluminum conductors of steel enforced, ACSR. Aluminum conductors, steel reinforced, all aluminum conductors, AAC തുടങ്ങിയ സംഗതികളൊക്കെ are used in overhead and transmission lines. ഓവർഹെഡിലും അതുപോലെ ട്രാൻസ്മിഷൻ ലൈനും ഇത് ഉപയോഗിക്കുന്നു. നമ്മുടെ KSEBയിൽ എല്ലാം, നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡുകളിലുള്ള ലൈനുകളിലെല്ലാം, ഓവർഹെഡ് ലൈനുകളെല്ലാം ഇങ്ങനെയുള്ള കണ്ടക്ടറുകൾ യൂസ് ചെയ്യുന്നു. മോർ ഡീറ്റെയിൽസ് ഓൺ കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഫർണിഷ്ഡ് അണ്ടർ ദ ടോപ്പിക് നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആസ് ആപ്ലിക്കബിൾ ടു ഇലക്ട്രിക് ട്രേഡ്സ്. അടുത്തത്, അപ്പോൾ അലുമിനിയം ഒരു ലൈറ്റ് വെയ്റ്റ്, ഡക്റ്റൈൽ, മാലിയേബിൾ ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റിയുടെ പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. ഇത് വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. അലുമിനിയം AAC അല്ലെങ്കിൽ ACSR അതൊക്കെ ആണ് ഓവർഹെഡിലെല്ലാം യൂസ് ചെയ്യുന്നത്. അടുത്തത് റെസിസ്റ്റൻസ് വയേഴ്സ്. These are conductors with very high resistance for specific applications like filaments of incandescent lamps, heating elements, etc. The following are few examples. ഇവയെല്ലാം എന്താണ്? These are conductors with very high resistance for specific applications. സ്പെസിഫിക് ആയ ആപ്ലിക്കേഷന്, ഒരു പ്രത്യേക രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കണ്ടക്ടറുകൾ, അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് വയേഴ്സ് എന്ന് പറയുന്നത്. വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് അതിനുള്ളത്. അപ്പോൾ അവ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? അവ ഉപയോഗിക്കുന്നത് ഫിലമെൻറ്റുകളിൽ, ഇൻകാൻഡസെൻറ്റ് ലാമ്പുകൾ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ഹീറ്റിംഗ് എലമെൻറ്റ്സിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു.
ഇനി താഴെ പറയുന്ന എക്സാമ്പിൾസ് ആണുള്ളത്. ദ ഫോളോവിങ് ആർ എ ഫ്യൂ എക്സാമ്പിൾസ്: ടങ്സ്റ്റൺ, ജർമ്മൻ സിൽവർ, മെർക്കുറി, നിക്രോം, മെങ്കാനിൻ, കാർബൺ, യുറീക്ക, പ്ലാറ്റിനം, ബ്രാസ്. ഇത്രയും സാധനങ്ങളാണ് ഈ പറയുന്ന വയറുകൾ. ടങ്സ്റ്റൺ ആണ് നമ്മുടെ ബൾബുകളിൽ, ഇൻകാൻഡൻസിൻ്റെ ബൾബിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെ ഫ്യൂസ് മറ്റു ഉപയോഗിക്കുന്നിടത്ത് നമ്മുടെ ന്യൂക്രോം ഒക്കെ യൂസ് ചെയ്യുന്നു. ഇനി റെസിസ്റ്റൻസ് വാല്യൂസ് ഓഫ് മെറ്റാലിക് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് റെസിസ്റ്റൻസും കൂടുന്നു. മെറ്റാലിക് റെസിസ്റ്റൻസിനും അല്ലെങ്കിൽ മെറ്റലിൻ്റെ റെസിസ്റ്റൻസും കൂടുന്നു. അടുത്ത ഇൻസുലേറ്റേഴ്സ്. Insulators. These are the materials which offer very high resistance to the flow of current and make a current flow very negligible or nil. These materials have very high resistance, usually of many megaohms. 1 megaohm is equal to 10 raised to 6 ohms per centimeter cube. The insulator should also possess high dielectric strength. This means that the insulating material should not break down or puncture even on application of a high voltage or high electrical pressure to a given thickness. These are the materials which offer very high resistance to the flow of current and make current flow very negligible or nil. ഇത്തരം ഇൻസുലേറ്ററുകൾ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്ന സാധനം, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തി വിടാത്ത സാധനമാണ്. അത്തരം വസ്തുക്കളാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻസുലേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ദർ ആർ ദ മെറ്റീരിയൽസ് വിച്ച് ഓഫർ വെരി ഹൈ റെസിസ്റ്റൻസ്, വളരെ അധികം ഉയർന്ന റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന മെറ്റീരിയലുകൾ. അത്തരം മെറ്റീരിയലുകൾ ടു ദ ഫ്ലോ ഓഫ് കറണ്ടിനെ കടത്തിവിടാതെ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലുകൾ. ആൻഡ് മേക്ക് കറണ്ട് ഫ്ലോ വെരി നെഗ്ലിജിബിൾ. ഇനി കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ തന്നെ വളരെ നാമമാത്രമായ കറണ്ട് അതിലൂടെ കടത്തിവിടുന്നു, അല്ലെങ്കിൽ തീരെ കടത്തിവിടുകയോ ചെയ്യുന്നില്ല. അത്തരം സാധനങ്ങളാണ് ഇൻസുലേറ്ററുകൾ. ദീസ് മെറ്റീരിയൽസ് ഹാവ് വെരി ഹൈ റെസിസ്റ്റൻസ്. ഇത്തരം മെറ്റീരിയലുകൾക്ക് വളരെ ഉയർന്ന റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. യൂഷ്വലി ഓഫ് മെനി മെഗാഹോംസ്, സാധാരണയായിട്ട് ഒരുപാട് മെഗാഹോംസ്. ഒരു മെഗാഹോം ഇസ് ഇക്വൽ ടു 10 raised to 6 ohms. ഒരു മെഗാഹോം എന്ന് പറഞ്ഞാൽ 10 raised to 6 ohm ആണുള്ളത് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. മിനി മെഗാഹോംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ യൂഷ്വലി സാധാരണയായിട്ട് ഒരുപാട് അനേകം മെഗാഹോംസ് ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക. ദ ഇൻസുലേറ്റേഴ്സ് ഷുഡ് ആൾസോ പൊസസ്സസ് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്. ദിസ് മീൻസ് ദാറ്റ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഷുഡ് നോട്ട് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ച്വർ ഈവൻ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഓർ ഹൈ ഇലക്ട്രിക്കൽ പ്രഷർ ടു എ ഗിവൺ തിക്നെസ്. The insulator should also possess high electric strength, dielectric strength. ഇൻസുലേറ്റേഴ്സിനെ ഉയർന്ന ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തും പൊസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവന് അത്തരം സാധനങ്ങൾക്കുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഷുഡ് നോട്ട് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ച്വർ ഈവൻ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ ഹൈ വോൾട്ടേജ്.
ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഷുഡ് നോട്ട് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ച്വർ ഈവൻ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ്. ഒരു ഹൈ വോൾട്ടേജ് കൊടുത്താൽ പോലും ഇത്തരം സാധനങ്ങൾ എന്ത് ചെയ്യില്ല, ബ്രേക്ക് ആവുന്നില്ല. ഓർ ഹൈ ഇലക്ട്രിക്കൽ പ്രഷറോ ഹൈ ഇലക്ട്രിക് വോൾട്ടേജോ അപ്ലൈ ചെയ്താൽ പോലും ഇത്തരം സാധനങ്ങൾ ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടികൾ. The main requirements of a good insulating material. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്തായിരിക്കണം, അത് ഇങ്ങനെ ആയിരിക്കണം. ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം, അതുപോലെ ഗുഡ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം, ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം, ലിറ്റിൽ ഡിറ്റോറിയേഷൻ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വളരെ കുറഞ്ഞ ഡിറ്റീരിയേഷനെ പാടുള്ളൂ. നോൺ അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാതെ ഇരിക്കണം. ഇത്രയും പ്രോപ്പർട്ടികളാണ് ഇൻസുലേറ്റേഴ്സിനുള്ളത്.